സ്മൃതി, ഇപ്പം ഞാൻ അഞ്ചാമത്തെ സ്ഥാനാർത്ഥി പട്ടിക കാണുകയായിരുന്നു BJP-യുടെ ലിസ്റ്റിൽ. അരുൺ ഗോവിൽ മത്സരിക്കുന്നുണ്ട് മീററ്റിൽ നിന്ന്. അരുൺ ഗോവിൽ പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ തന്നെ രാമായണത്തിലെ ശ്രീരാമനായി വേഷമിട്ട കഥാപാത്രമാണ് മീററ്റിൽ നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ രാമക്ഷേത്രം തിരഞ്ഞെടുപ്പിലൊരു ക്യാമ്പയിനാണ്. അവിടെ മത്സരിക്കാൻ വേണ്ടി രാമനെ തന്നെ രംഗത്തിറക്കുന്നു. ശ്രീരാമ കഥാപാത്രമായി വേഷമാടിയ ആളും കഥാപാത്രമായി സ്ഥാനാർത്ഥിയെ രംഗത്ത് വരുന്നു എന്നുണ്ട്. നമുക്കിനി വിഷയത്തിലേക്ക് വന്നാൽ, ഈ 31-ാം തീയതി നടക്കുന്ന മഹാറാലി വലിയ രീതിയിലൊരു പ്രതീതി ജനിപ്പിക്കും. ഒരു പ്രതിപക്ഷത്തിന് ഐക്യമുണ്ട് എന്നൊരു പ്രതീതി ജനിപ്പിക്കുമെങ്കിലും ഇപ്പോഴും ഞാൻ നേരത്തെ തന്നെ പറയാറുള്ളത് പോലെ അരിത്തമാറ്റിക്സിൽ വളരെ ക്ലിയർ ആണെങ്കിലും രാഷ്ട്രീയ രസതന്ത്രം ഇപ്പോഴും കൃത്യമായി വർക്കൗട്ട് ചെയ്യാത്ത ഒരു പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇപ്പോഴും നോക്കൂ, ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു മദ്യനയ അഴിമതി കേസ് എന്ന രീതിയിൽ. പക്ഷേ എന്തു ചർച്ച ചെയ്യുന്നില്ല എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. അതിലൊരെണ്ണം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ടേക്കണവേ എന്നല്ല നമ്മൾ പറയേണ്ടത്, ലൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയണം. രാജ്യത്ത് 20% വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടിക്ക് രാജ്യത്ത് 11,50,00,000 ആളുകൾ 2019 വോട്ട് രേഖപ്പെടുത്തിയ ഒരു പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് 45 ദിവസം IT റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിയതിൻ്റെ പേരിൽ 65 കോടി അടിച്ചുകൊണ്ടുപോയ ഒരു ഭരണ സംവിധാനമുള്ളൊരു നാടാണിത് എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കണം. ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇലക്ടറൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ ഈ പ്രതിപക്ഷത്ത് ഒത്തുചേർന്നിരിക്കുന്ന മുന്നണികളിലെ സഖ്യകക്ഷികൾക്ക് ഒരു യോജിപ്പുമില്ല എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളെ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾക്ക് വിളിച്ചാൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ അവർക്ക് പ്രതികരിക്കാനേ കഴിയുന്നില്ല. കാരണം BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയ റീജിയണൽ പാർട്ടികളിലൊന്നും തൃണമൂൽ കോൺഗ്രസ് ആണ്. DMK ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ മിണ്ടുന്നതേയില്ല. സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയത് DMK ആണ്. ബിജു ജനതാദളിനും അതിൽ പ്രതികരണമില്ല. എന്ന് പറഞ്ഞാൽ ആരാണോ മഹാറാലിയിൽ പങ്കെടുക്കാൻ പോകുന്നത് അവർ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തിക്കാണിക്കേണ്ട ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന് പോലും ഒരു പരിധിക്കും അപ്പുറത്തേക്ക് BJP ആക്രമിക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബോഫോഴ്സിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ 2G സ്പെക്ട്രത്തെക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ വീണ് കിട്ടിയിരുന്ന ഒരു പ്രതിഷേധ വിഷയത്തെ ഉൾക്കൊള്ളുവാനോ അതിനൊരുമിച്ച് നിൽക്കാനോ കഴിയാത്ത പ്രതിപക്ഷ സഖ്യമാണ് ഈ 31-ാം തീയതി ഒരു വലിയ റാലിയുമായി എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു പ്രതീതി ജനിപ്പിക്കുമെങ്കിലും ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ രസതന്ത്രം ഈ ഇന്ത്യ മുന്നണിയിൽ ശക്തമാകുന്നില്ല. ഞാനൊരു പോയിന്റ് കൂടി പറഞ്ഞ് തൽക്കാലം ആദ്യഘട്ടത്തിൽ എൻ്റെ വാദം അവസാനിപ്പിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാ കക്ഷികൾക്കും മത്സരിക്കാവുന്ന ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സമതലത്തിലുള്ളൊരു മൈതാനമാണ്. എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാൻ കഴിയുന്ന ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡായിരിക്കണം. ഒരു ഈക്വൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ പണം കൊണ്ടും മീഡിയ പവർ കൊണ്ടും ശക്തമായ പൊസിഷനിലാണ് BJP എന്നുള്ളത്. 22 കോടി വോട്ടർമാർ BJPക്ക് 2019 ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് 44 കോടി വോട്ടർമാരായി മാറ്റണമെന്നുള്ളതാണ്. 11.5 കോടി വോട്ടർമാർ മാത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2019 കണക്ക് പ്രകാരം അവർക്ക് ഒരു വോട്ടറെ കൂടി ചേർക്കാൻ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ 2 രൂപ എടുത്ത് ഒരു ചായ കൊടുക്കാൻ പോലും, അല്ലെങ്കിൽ 6-7 രൂപ എടുക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അക്കൗണ്ടുകൾ ലൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നൊരു പാർട്ടിയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിനെ നശിപ്പിച്ചിരിക്കുന്നു. മറുഭാഗത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണ മെഷീനറിയുമായി അവർ നേരത്തെ തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ED പോലെയുള്ള മെഷീനറികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ 2 മുഖ്യമന്ത്രിമാരെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അകത്താക്കിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ മുഖ്യമന്ത്രിമാരിലേക്കും മന്ത്രിമാരിലേക്കും നേതാക്കളിലേക്കും അന്വേഷണം എത്തും. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി നേതാവിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കീർണമായ പ്രശ്നം. അത് നിർഭാഗ്യവശാൽ ഈ മുന്നണികൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ഇത് കേവലം ഒരു അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടിരിക്കുന്ന വിഷയത്തിലുള്ള പ്രതിഷേധമായി മാറിയാൽ അത് എത്രമാത്രം BJPക്ക് എതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയം ഇതിനകം തന്നെ സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇലക്ട്രൽ ബോണ്ട് വിഷയമാണ്. ആ ഇലക്ട്രൽ ബോണ്ട് വിഷയം എത്രമാത്രം ചർച്ച ചെയ്യുന്നോ അത്രമാത്രം പ്രതിരോധത്തിലാവുന്നത് BJP ആണ്. നിർഭാഗ്യവശാൽ ഈ പ്രതിപക്ഷ കക്ഷികൾ അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലൂന്നിയുള്ള ശക്തമായ പ്രതിരോധത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരം കൂടിയാണ്. അതുകൊണ്ട് ഈ 31-ാം തീയതി നടക്കാൻ പോകുന്ന വലിയ റാലി ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു റാലിയാണ് എങ്കിൽ പോലും ആ ആക്ച്വൽ രസതന്ത്രം വർക്കൗട്ട് ചെയ്യാത്തൊരു റാലി ആയിരിക്കും എന്നതാണ് എൻ്റെ ടേക്ക്.
Meet the editors.